പ്രൈസ് ഗോഡ്. 1 പത്രോസ് 5:7 നമ്മൾ വായിക്കുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. യേശു നമ്മൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. പ്രയർ ഉള്ളിടത്ത് ഒരു പ്രൊവിഷനുണ്ട്, ഒരു പ്രൊട്ടക്ഷനുണ്ട്. നമ്മൾ വചനത്തിൽ വായിക്കുന്നു, നിങ്ങളുടെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുവിൻ, ഞാൻ നിങ്ങളെ പുലർത്താം. നമ്മുടെ ആവശ്യഭാരങ്ങൾക്ക് നടുവിൽ ഇറങ്ങി വരുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. വചനത്തിൽ നമ്മൾ വായിക്കുന്നു, നമ്മുടെ ആവശ്യങ്ങൾക്ക് നടുവിൽ അവൻ കരുതുന്ന ദൈവമായി യഹോവ ഈരയായി അവൻ ഇറങ്ങി വരും. നമ്മൾ സമാധാനമില്ലാതെ ഇരിക്കുമ്പോൾ യഹോവ ശാലോമായി, നമ്മുടെ സമാധാനമായി അവൻ നമ്മൾക്കായി ഇറങ്ങി വരും. നമ്മുടെ പരാജയങ്ങൾക്ക് നടുവിൽ യഹോവ നിസിയായി, നമ്മുടെ ജയക്കൊടിയായി അവൻ നമ്മൾക്ക് വേണ്ടി വരുന്ന ദൈവമാണ്. നമ്മുടെ ബലഹീനതകൾക്ക് നടുവിൽ എൽ ഷദായിയായി, സർവശക്തിയുള്ള ദൈവമായി എൻ്റെ ദൈവം വെളിപ്പെടും. നമ്മൾ ആരുമില്ലാതെ ഏകനായിരിക്കുമ്പോൾ യഹോവ ശമ്മായായി, അവൻ നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവമായി അവൻ നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വരും. നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ ദൈവം അതായി ഇറങ്ങി വരുന്ന ദൈവമാണ്. അവൻ ഇമ്മാനുവലാണ്, അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാന പ്രഭുവാണ്. ഈ കർത്താവ് നിങ്ങളുടെ എല്ലാവരും കൂടെ ഇരിക്കട്ടെ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്വർഗീയമായ സമാധാനം കൊണ്ട് എല്ലാവരെയും ദൈവം നിറയ്ക്കട്ടെ. നിങ്ങളുടെ എല്ലാ ആവശ്യഭാരങ്ങൾക്ക് നടുവിൽ കർത്താവ് കരുതുന്ന ദൈവമായി കൂടെ ഇരിക്കട്ടെ. അവൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാ നന്മകളും വഴികളും വാതികളും തുറന്ന ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.